ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ക്ഷമിക്കുക എന്നതാണ് പ്രശ്നങ്ങളുടെ പരിഹാരം. കർത്താവിൽ പ്രിയരെ, ക്നാനായ സമുദായം അഭിമുഖീകരിക്കുന്ന അടിയന്തരാവസ്ഥയുടെ സമകാലിക വിശദീകരണം മീഡിയയിൽ കാണുവാനിടയായി. രചനാത്മകമായ ഒരു പ്രതികരണം ഔചിത്യമെന്ന ചിന്ത കർത്താവ് തന്നു. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും എല്ലാ ക്നാനായ സഹോദരങ്ങൾക്കും കർത്താവിൽ വന്ദനം. നമ്മൾ പരസ്പരം അന്യരല്ല എന്ന സത്യം മറക്കരുത്. പരിശുദ്ധ അമ്മ, കർത്താവിൻ്റെ അമ്മ, നമ്മുടെയും അമ്മയല്ലേ? നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തം നമ്മുടെ രക്ഷകനായ അരുമനാഥന്റെ രക്തമല്ലേ? നമ്മെപ്പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി, നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടാൻ എന്ന് നമ്മൾ പാടാറില്ലേ? അപ്പോൾ സ്വർഗത്തിലെ പിതാവായ ദൈവം നമ്മുടെയും പിതാവല്ലേ? എൻ്റെ വാക്കുകൾ ആരെയും നൊമ്പരപ്പെടുത്തില്ലെന്ന് കർത്താവിൽ ഒരു മുൻകൂർ ഉറപ്പ് തരുവാനോ ജാമ്യമെടുക്കുവാനോ എഴുതിപ്പോയതാ. കാരണം മറ്റുള്ളവർക്ക് ജീവനും സന്തോഷവും ദിവ്യ ചൈതന്യവും നൽകുന്ന ദൈവമാകുന്ന ആ നല്ല വാക്ക്, വചനം, ജോൺ 1:1 നമ്മുടെ നാവിൽ നിന്നും പുറപ്പെടുമ്പോൾ ആർക്കാണ് നൊമ്പരപ്പെടുക? പാരമ്പര്യവും ദൈവിക പൈതൃകവും ഒരു കൊച്ചു കുടുംബം എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്നാനായ വംശജർക്ക് നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്ന അതിവിശിഷ്ടമായ ഡിവൈൻ ആചാര്യ മര്യാദകളും പാരമ്പര്യങ്ങളുമാണുള്ളത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ അവയെ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന സത്യം മറക്കാനാവില്ല. ഒബീഡിയൻസ് ഓഫ് രേഖാബൈറ്റ്സ് ഇൻ ജെറമായ 35. രേഖാബി കുടുംബം അവരുടെ പാരമ്പര്യങ്ങളും പിതാക്കന്മാരുടെ കൽപ്പനകളും ജീവിത മൂല്യങ്ങളും എങ്ങനെ കാത്തു സൂക്ഷിച്ചുവെന്നും ആ കാരണത്താൽ അവർ ദൈവമായ കർത്താവിനാൽ നിത്യമായി അനുഗ്രഹിക്കപ്പെട്ടുവെന്നും തിരുവെഴുത്തിൽ നിന്ന് തിരിച്ചറിയുന്നത് നമുക്ക് നന്നായിരിക്കും. ക്നാനായത്വം ഭൂമിയിൽ ദൈവം തന്ന ഒരനുഗ്രഹമെന്ന് വിചാരിക്കുന്നതാണ് ഉത്തമം. എന്നാൽ വംശമോ ജാതിയോ കുടുംബമോ വ്യക്തിത്വമോ പശ്ചാത്തലമോ നോക്കിയിട്ടല്ല കർത്താവിൻ്റെ വംശാവലിയിൽ ദൈവം പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ നിയോഗിച്ചാക്കിയത്. അതുകൊണ്ട് രേഖാബി കുടുംബത്തെ പോലെ നമ്മുടെ പൈതൃകമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് അനുഗ്രഹം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്നേഹത്തിൻ്റെയും നിഷ്പക്ഷതയുടെയും പാത. എൻ്റെ ചിന്തകളും ആലോചനകളും നിഷ്പക്ഷയമാണ്. ആരുടെയും പക്ഷം ചേരുന്നതിന് ദൈവം വിശുദ്ധ പൗലോസിൽ കൂടെ 1 കൊരിന്ത്യൻസിൻ്റെ 1-ാം നമ്മെ വിലക്കിയിട്ടുണ്ട്. നമ്മുടെ യേശുനാഥൻ എല്ലാ മനുഷ്യമക്കളെയും വിവേചനം കൂടാതെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളും ആ സ്നേഹം ഈ താൽക്കാലിക ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ കടപ്പെട്ടവരാണ്. സംശയം വേണ്ട. എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി നാം മാറണം. പ്രതിഫലം നന്മകളുടെ ഒരു കൊയ്ത്ത് നിശ്ചയം ഇവിടെയും അവിടെയും. സ്നേഹത്തിൻ്റെ വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ നമ്മൾ കണ്ടത്. അത് നല്ല വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊടുക്കുവാൻ കഴിഞ്ഞാൽ ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റുവാൻ കഴിയും. ഐക്യത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള ആഹ്വാനം. യുഗങ്ങളായി ക്നാനായ സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും അരക്ഷിതാവസ്ഥയ്ക്കും ഒരന്ത്യം എല്ലാ ക്നാനായ മക്കളും ആഗ്രഹിക്കുന്ന ഒരു സത്യമല്ലേ? എല്ലാറ്റിനും ഉത്തരവാദികൾ നമ്മളും നമ്മളുടെ പൂർവികരുമല്ലേ? നിഷേധിക്കാനാവുമോ? ഇല്ല. അതുകൊണ്ട് ക്നാനായ സമുദായത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പോംവഴികൾ ദൈവസന്നിധിയിൽ നിന്നും കണ്ടെത്തണം. എല്ലാവർക്കും എല്ലാം വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് നൽകുന്നത് പോലെ നമ്മളും എല്ലാ മനുഷ്യർക്കും ഇടം കൊടുക്കണം. ആരും ആരെക്കാളും വലുതുമല്ല ചെറുതുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരാണ് വലിയവൻ എന്ന ഒരു ചിന്ത ശിഷ്യന്മാരുടെ ഇടയിൽ പോലും ഉണ്ടായി. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ എന്നായിരുന്നു കർത്താവ് നൽകിയ പരിജ്ഞാനം. ലൂക്കോസിന്റെ സുവിശേഷം 22:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഒരു കൈയിൽ വെള്ളം നിറച്ച പാത്രവും അരയിൽ തൂവാലയും ചുറ്റി കാൽക്കൽ താണിരുന്ന് വിശുദ്ധ പത്രോസിന്റെയും യൂദായുടെയും ഒക്കെ കാലുകൾ കഴുകിത്തുടച്ച വലിയ മാതൃക കാട്ടിത്തന്ന നമ്മുടെ മശിയാ തമ്പുരാൻ ഓരോ ക്നാനായക്കാരനും ഇന്ന് തരുന്ന ദൂത് എന്താണെന്ന് ചിന്തിക്കണം. നേതൃത്വത്തിന്റെ പങ്ക്. ഗുരുവിന്റെ മാറോട് ചാരിയിരുന്ന സ്നേഹത്തിന്റെ അപ്പസ്തോലനായ യോഹന്നാൻ ഒരു പദവിയോ സ്ഥാനമാനങ്ങളോ മോഹിച്ചിട്ടുണ്ടാവില്ല.
നമ്മളെ ഓരോരുത്തരെയും മാറോടണിച്ച് താലോടി ലാളിക്കുന്ന യേശു, കാണാതെ പോയ ഒന്നിനെ തേടി വരുന്ന യേശു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത യേശു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധ പത്രോസിന് അധികാരം കൊടുത്ത യേശു കെട്ടുന്നവനല്ല, അവൻ കെട്ട് അഴിക്കുന്നവനാണ്. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ പാപക്കെട്ടുകളെ, സംവത്സരമായി സാത്താൻ ബന്ധിച്ചിരുന്ന കൂനിയായ സ്ത്രീയുടെ കെട്ടുകളെ, പക്ഷപാതക്കാരന്റെ പാപക്കെട്ടുകളെ അഴിച്ച് സ്വതന്ത്രരായി വിട്ടയച്ച സ്നേഹത്തിന്റെ ഉറവിടമായി യേശു കെട്ടുവാൻ വന്നവനല്ല. ആരായിരുന്നു വിശുദ്ധ പത്രോസ്? അവരുടെ സാന്നിധ്യത്തിൽ, നിഴലിൽ, നോട്ടത്തിൽ എല്ലാം സൗഖ്യം, ജീവൻ, വിടുതൽ, സമാധാനം, അനുഗ്രഹം ഒക്കെ സുലഭമായിരുന്നു. അവരുടെ ദൗത്യം ശാപമായിരുന്നില്ല, ശിക്ഷണമായിരുന്നില്ല. വിശുദ്ധരായ അപ്പസ്തോലന്മാർ കെട്ടുപൂട്ട് തളയ്ക്കലിന്റെ തിരക്കിലായിരുന്നില്ല. പ്രത്യുത യോനായുടെ പുസ്തകം 4:11, വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളും ഉള്ള മഹാനഗരമായ നിനവയോട് അയ്യോഭാവം തോന്നിയ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ആത്മാഭിഷേകം ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ പാപത്തിന് അടിമകളായിരുന്ന മനുഷ്യരെ മോചിതരാക്കി സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുന്ന തിരക്കിലായിരുന്നു അന്നും ഇന്നും എന്നും. നല്ല ഇടയനാകുന്ന നമ്മുടെ അരുമനാഥൻ നല്ല മാതൃക കാണിച്ച് നല്ല പരിശീലനം നൽകി സുവിശേഷ ദൗത്യവുമായി നിയോഗിച്ചയച്ചവരാണവർ. അതുകൊണ്ട് സഭ ഇന്നും നിലനിൽക്കുന്നു. സഭയുടെ സമഗ്രമായ നിലനിൽപ്പിന്റെയും വളർച്ചയുടെയും ഉത്തരവാദിത്വം ദൈവം നമ്മെയും ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ അൽമായ പൗരോഹിത്യ നിലപാടുകളും വ്യവസ്ഥകളും വളരെ പരിതാപകരവും ശാപാർഹവുമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധരായ പിതാക്കന്മാർ, പരിശുദ്ധനായ അപ്രേം പിതാവ് പരിശുദ്ധനായ ബെസേലിയോസ് പിതാവിനെ കാണുവാൻ പോയി. വിശുദ്ധ ബലിക്ക് ശേഷം ബെസേലിയോസ് പിതാവ് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അപ്രേം പിതാവിനെ മുമ്പിലേക്ക് വിളിച്ചു. സംഭാഷണത്തിനിടയിൽ ബെസേലിയോസ് പിതാവ് അപ്രേം പിതാവിനോട്, പരിശുദ്ധ പിതാവേ, അങ്ങ് എന്തുകൊണ്ട് ഒരു പുരോഹിതനാകുന്നില്ല? മറുപടി, ഞാൻ പാപിയായതുകൊണ്ട്. ഉടനെ, അങ്ങയുടെ പാപം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു, കുനിക്കാൻ തലകളെ എന്ന് തിരിച്ചടിച്ചു. ബെസേലിയോസ് പിതാവ് കൈവച്ച് അപ്രേം പിതാവിനെ ഒരു ശമ്മാശനാക്കിയ ചരിത്രം വായിക്കുവാനിടയായി. നമ്മിൽ നിന്നും വാങ്ങിപ്പോയ പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതശൈലി പഠിക്കുന്നതും അറിയുന്നതും നമ്മളെ സത്യമാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കും. വ്യവഹാരങ്ങളുടെ, കോടതി കേസുകളുടെ അപകടങ്ങൾ, പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ, പാത്രികീസന്മാർ ഒക്കെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും ദൈവത്തിന്റെ വിശ്വസ്തരായ അഭിഷിക്തന്മാരും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരും ഉപദേശം നൽകുന്നവരും കാത്തു സൂക്ഷിക്കുന്നവരും ആകുന്നു. 1 കൊരിന്ത്യൻസ് 4:1-2 വരെയുള്ള വാക്യങ്ങൾ. അവർ നമ്മുടെ സ്നേഹവും ആദരവും കരുതലും അർഹിക്കുന്നവരും അത് കൊടുക്കുവാൻ നമ്മൾ കടപ്പെട്ടവരുമാകുന്നു. അത് നമ്മൾ കൊടുക്കുന്നുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ നല്ല ഇടയന്റെ ലാളനയും വാത്സല്യവും കിട്ടാതെ വരുമ്പോൾ ആടുകൾ നിലവിളിക്കും. അത് അവരുടെ രോദന ശബ്ദമാണ്. സത്യം നൊമ്പരത്തോടെ വിളിച്ചു പറയലാണ്. അത് വഴിയും സത്യവും ജീവനുമാകുന്ന നല്ല ഇടയന് ജീവനുള്ള സാക്ഷികളാകുന്നതുമാണ്. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞ നമ്മുടെ യേശുവിന് അരമനകളോ സിംഹാസനങ്ങളോ ആവശ്യമായിരുന്നില്ല. എന്നാൽ അവന്റെ പക്കൽ വാത്സല്യവും ജീവന്റെ ജലവും സൗഖ്യവും വിടുതലും തൻ്റെ ആടുകൾക്ക് വേണ്ടി സുലഭമായിരുന്നു. ദൈവത്തിന് ഒരാലയമെന്ന ചിന്ത ദാവീദിന് ഉണ്ടായ നാൾ വരെ നമ്മുടെ ദൈവമായ കർത്താവ്, യാക്കോബിന്റെ ഭയമായവൻ, ഒരു കൂടാരത്തിൽ വസിച്ചുകൊണ്ട് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ നടുവിൽ അവർക്ക് വെളിച്ചവും തണലുമേകിക്കൊണ്ട് സഞ്ചരിച്ചത് നമ്മൾ ഓർക്കണം. 2 ശമൂവേൽ 7-ാം. എന്നാൽ അവരിൽ ആരും രോഗികളാകാതെ, വസ്ത്രം ജീർണിക്കാതെ, ചെരുപ്പുകൾ തേഞ്ഞു പോകാതെ അവർക്ക് ആഹാരവും പാനീയവും നൽകി ശത്രുവിന്റെ ഭീഷണികളിൽ നിന്നും
പരിരക്ഷിച്ച് പരിപാലിച്ച നീതിയുള്ള ആ പിതാവിൻ്റെ സ്നേഹം എന്നും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. കരുണയും സ്നേഹവും ആഗ്രഹിക്കുന്നവരും ഇന്ന് നിരവധി. അർഹിക്കാത്ത സ്നേഹവും വാത്സല്യവും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നവർ പോലും അത് പങ്കുവെച്ച് സന്തോഷം അനുഭവിക്കുവാൻ വിമുഖത കാണിക്കുന്നു. വന്ന വഴികളും അനുഭവിച്ച നന്മകളും മറന്നുപോകുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അധിപതിമാരായി നിയമിക്കണമെന്ന യിത്രോ പുരോഹിതന്റെ ഉപദേശം ദീർഘദർശിയായ മോശ സന്തോഷത്തോടെ സ്വീകരിച്ചു. ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരുടെ അഭാവമാണോ നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധിയുടെ മൂലകാരണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ നീതിന്യായ കോടതിയിലല്ല വിശുദ്ധ സഭയുടെ വ്യവഹാരങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. ദൈവത്തിന് ഒരു ആലോചനാ സഭയുണ്ട്, ഒരു കോടതിയുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ അവയെ കണ്ടെത്തണം. വിലപ്പെട്ടതെന്ന് തോന്നുന്നത് പോലും ദൈവഹിതം തേടി നിയോഗപ്രകാരം വിട്ടുകളയുവാനും ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കുവാനും താണുകൊടുക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. ഭരണഘടനയും കേസുകളും കെട്ടുകളാക്കി ഗോഡൌണിൽ പൊടിക്കായി നിക്ഷേപിച്ചിട്ട് നല്ല പ്രമാണങ്ങളും ഭരണഘടനകളും അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം പൊടി തട്ടി വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിലെ വിശുദ്ധന്മാരുമായി സംസർഗം പുലർത്തി പരിശുദ്ധ പിതാവിനോടൊത്ത് പുത്രൻ തമ്പുരാനോടൊത്ത് പരിശുദ്ധ റൂഹായോടൊത്ത് ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുമെങ്കിൽ നമ്മുടെ നിലവിലുള്ള വെല്ലുവിളികൾക്ക് പരിഹാരവും ഈ താൽക്കാലിക ലോകത്തിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യതയും എന്ന വാഗ്ദത്തത്തിൻ്റെ അവകാശികളുമായി തീരുവാൻ നമുക്ക് കഴിയും. ന്യായപ്രമാണവും ഭരണഘടനയും ആർക്കാണ് ആവശ്യമെന്ന് വിശുദ്ധ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ ഇടയലേഖനത്തിൽ ഉണ്ട്. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനുമത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. 1 തീമോത്തിയോസ് 1:8-10 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് നിർദ്ദേശിച്ചത് നമുക്കും ബാധകമല്ലേ? തീർച്ചയായും. 1 കൊരിന്ത്യൻസ് 6:1-11 വരെയുള്ള വാക്യങ്ങൾ. ലോസ്യൂട്ട്സ് എമംഗ് ബിലീവേഴ്സ്. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരമുണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തതെന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തതെന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ദൈവം ദീർഘദർശിയായ മോശയിൽ കൂടെ പുരോഹിതന്മാരോട് പറഞ്ഞു, അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം.
ലെവിറ്റിക്കസ് 21:6. ആ വലിയ ബലിയിൽ അൽമായക്കാരായ കുഞ്ഞാടുകളും അംശികളാണ്. ദൈവനീതിക്കും ദൈവരാജ്യത്തിനും അനുരൂപരായി നിലപാടെടുത്തുകൊണ്ട് പരിശുദ്ധ പാത്രികേസ് ബാവായോ അഭിവന്ദ്യരായ മേൽപ്പട്ടക്കാരോ വിചാരിച്ചാൽ ദൈവത്താൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. വിചാരിക്കണം, വില കൊടുക്കണം. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി വിട്ടിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. ദൈവങ്ങളാകാൻ ശ്രമിക്കരുത്. മിഷൻ സാധ്യമല്ലെന്ന് പ്രതികരിച്ചപ്പോൾ ക്ഷുഭിതനായ ദൈവം മോശയെ ദൈവവും ചേട്ടനായ അഹ്റോനെ വായും പ്രവാചകനും ആക്കിയതുപോലെ നിങ്ങളെയും ദൈവം ദൈവമാക്കും. പിന്നെ ഫറവോൻ ഒരു വിഷയമേ അല്ല. നമ്മുടെ കുഞ്ഞാടുകൾ അൽമായക്കാർ പാവങ്ങളാണ്. അവരുടെ തോളിൽ വയ്ക്കുന്ന ചുമടുകൾ സന്തോഷത്തോടെ ചുമക്കുന്നവരാണ്, ചുമത്തിട്ടുള്ളവരാണ്. ആ സത്യത്തിന് അരനൂറ്റാണ്ടിലധികം സാക്ഷ്യം, അനുഭവങ്ങൾ എനിക്കൊപ്പമുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ഇടവകയിലെ ഓരോ കുഞ്ഞാടുകൾക്ക് വേണ്ടിയും മുട്ടുമ്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അഭിഷിക്തനായ പരിശുദ്ധ പാത്രികേസാണ്. മേൽപ്പട്ടക്കാരനാണ്, പുരോഹിതനാണ്, വികാരിയാണ് ഞാനെന്ന വാത്സല്യ വാഗ്ദോരണി അൾത്താരയിൽ നിന്നും ശ്രവിക്കാൻ കഴിയണം. 100% ആളുകളുടെയും സ്നേഹം പിടിച്ചു പറ്റുവാൻ കഴിയുന്ന ഒരൊറ്റമൂലി പ്രയോഗമാണിത്. വചനത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. കഴിഞ്ഞ ഞായറാഴ്ച പുരോഹിതൻ പുഞ്ചിരിയോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നാലുടനെ അഡ്രസ് ബുക്ക് എടുത്ത് നിങ്ങളെ വിളിക്കും. ആ ആഹ്വാനം പുഞ്ചിരിയോടും ഉൾക്കുളിരോടും സ്വാഗതം ചെയ്തത് ഞാൻ ഒരാൾ മാത്രമായിരുന്നില്ല. നമ്മളെ നയിക്കുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണെന്നും മറക്കരുത്. എബ്രായ ലേഖനം 13:17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. വഴക്ക് വേണ്ട, വ്യവഹാരം വേണ്ട, ഐക്യപ്പെടാം. നമുക്ക് ദൈവത്തിൻ്റെ കൂടാരം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരട്ടെ. തടസ്സപ്പെടുത്തരുത്. പരസ്പരം ചെളിവാരി എറിയുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ചെളിയും പാപക്കറയും പറ്റും. അത് വേണ്ട. കാരണം നമ്മുടെ അവയവങ്ങൾ ദൈവം തന്നതാണ്. നമ്മുടെ ആത്മാവും ശരീരവും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. മശിയാ തമ്പുരാന്റെ ഓരോ തുള്ളി രക്തവും ഊറ്റിക്കൊടുത്തത് നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടാനായിരുന്നു. ദൈവം തരുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും ലോകത്തിൻ്റെ കോടതികളിൽ വ്യയം ചെയ്ത് ദുർവിനിയോഗപ്പെടുത്താനുള്ളതല്ല. പ്രത്യുത ദൈവത്തിന് നമ്മിൽ ഒരു അഭിലാഷമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് കണ്ടെത്തണം തിരുവെഴുത്തുകളിൽ കൂടെ. വോട്ടിന് വേണ്ടി വീട് തോറും കയറിയിറങ്ങുന്നവർ മനസാക്ഷിയോടും ദൈവത്തോടും ചോദിക്കണം, ദൈവമേ, ഞാൻ നിന്റെ വിളിയുടെ പരിധിക്കുള്ളിലാണോ? എൻ്റെ പ്രതിയോഗിയെയാണ് നീ വിളിച്ചിരിക്കുന്നതെങ്കിൽ വെളിപ്പെടുത്തണമേ. അവനെ നിയോഗിച്ച് അഭിഷേകം ചെയ്യണമേ. ഇത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മോശയുടെ ദൈവത്തിന് മറുപടി തരാതിരിക്കാൻ പ്രയാസമായിരിക്കും. ഈ കാഴ്ചപ്പാടുകളെ ശ്രദ്ധിക്കുന്ന എല്ലാ ക്നാനായ സഹോദരങ്ങൾക്കും പരിശുദ്ധനായ പിതാവിൻ്റെയും പരിശുദ്ധനായ മിശിഹാ തമ്പുരാന്റെയും പരിശുദ്ധനായ റൂഹായുടെയും നാമത്തിൽ അനുഗ്രഹങ്ങളും സ്നേഹവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് നിങ്ങളുടെ എളിയ സഹോദരൻ. ദൈവമേ, നീ അഭിഷേകം ചെയ്ത് തന്ന നല്ല ചിന്തകൾക്കായി സ്തോത്രം. ക്ഷമിക്കുക എന്നതാണ് പ്രശ്നങ്ങളുടെ പരിഹാരം. ആമേൻ. I love you all and God bless you all. Amen.